നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടന് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഭീഷണി അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ബാധകമായ ഡിജിറ്റൽ സർവീസസ് ടാക്സ് ബ്രിട്ടൻ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ നികുതിയിലൂടെ ബ്രിട്ടൻ നേടുന്ന വരുമാനത്തെക്കാൾ കൂടുതലായിരിക്കും തീരുവയെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ബ്രിട്ടൻ നടപ്പിലാക്കിയ നികുതി പ്രകാരം ലോകവ്യാപക ഡിജിറ്റൽ വരുമാനം 500 മില്യൺ പൗണ്ട് കവിയുന്ന കമ്പനികൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തും. ട്രംപിന്റെ ഭീഷണി രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ബ്രിട്ടനിൽ കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിലെ പരാജയം സ്റ്റാർമർക്ക് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്തേക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു. സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തായാൽ പിൻഗാമിയാകാൻ തയ്യാറെടുക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ളത് എഡ് മിലിബാൻഡ് എന്ന സൂചന. പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത നിഷേധിച്ച് മിലിബാൻഡ്. പീറ്റർ മാൻഡേഴ്സൺ വിഷയത്തിൽ ജനങ്ങളുടെ പാർട്ടി അണികളുടെയും വിശ്വാസ്യത നഷ്ടപ്പെട്ട നിലയിൽ കെയർ സ്റ്റാർമർ. മാൻഡേഴ്സൺ വിവാദത്തിൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ വരുന്നത് മിലിബാൻഡിൽ നിന്ന്. തദ്ദേശ ഭരണകൂടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കീർ സ്റ്റാർമറിനെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളത്. പീറ്റർ മാൻഡേഴ്സനെ വിവാദങ്ങൾ തന്നെ രോക്ഷാകുലനാക്കിയതായി ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് എയർവേസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കടച്ചതും എണ്ണവിലയിലുണ്ടായ വലിയ വർധനയും വില വർധനവിന് കാരണമായി. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം വിമാനങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ഇന്റർനാഷണൽ എയർലൈൻസ് ഗ്രൂപ്പ്. ഇന്ധന സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ജെറ്റ് വിതരണത്തിൽ യാതൊരു തടസ്സവും കാണുന്നില്ല എന്നും AIG. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിലെത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ അരാക്ചി പ്രതിനിധി സംഘത്തോടൊപ്പം ഇസ്ലാമാബാദ് സന്ദർശനത്തിന്റെ ലക്ഷ്യം തടസ്സപ്പെട്ട നയതന്ത്ര ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ആവർത്തിച്ച് ഇറാന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പാകിസ്ഥാൻ അധികൃതർ വഴി അമേരിക്കയെ അറിയിക്കും. കടുത്ത നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോഴും സമാധാന ഉടമ്പടിക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് പരസ്യമായി സമ്മതിച്ച് അമേരിക്ക. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും അമേരിക്കയുടെ സ്വയം പ്രതിരോധത്തിനുമാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമ ഉപദേഷ്ടാവ് റീഡ് ഡി റൂബിൻസ്റ്റീൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വിപരീതം. ഇറാനെതിരായ യുദ്ധത്തിന് തന്നെ ആരും പ്രേരിപ്പിച്ചിട്ടില്ല എന്നും ഇസ്രായേലിന് ഇതിൽ പങ്കില്ല എന്നും ട്രംപ്. ഇറാൻ യുദ്ധത്തിന് സഹായിക്കാത്ത നാറ്റോ അംഗരാജ്യങ്ങളോട് പ്രതികാരത്തിനൊരുങ്ങി US. നിർണായക വെളിപ്പെടുത്തൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ. ആം ആദ്മി പാർട്ടിയിൽ വൻ പിളർപ്പ്. രാഘവ് ചദ്ദയടക്കം 7 MPമാർ BJPയിലേക്ക്. ആം ആദ്മി പാർട്ടിയുടെ 10 MPമാരിൽ 2/3 ഭാഗവും BJPയിലേക്കുമെന്ന് രാഘവ് ചദ്ദ. ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, രാജീന്ദർ ഗുപ്ത, വിക്രം സായ്നി, അശോക് മിത്തൽ, സന്ദീപ് പഠക് എന്നിവർ BJPയിൽ ലയിക്കും. തെറ്റായ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ശരിയായ മനുഷ്യനായിരുന്നു താനെന്നും അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി വിട്ട് കുറച്ചുകൂടി ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണെന്നും ചദ്ദ. അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടി. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കിയ നടപടിയിൽ ഔദ്യോഗിക വിശദീകരണവുമായി കമ്പനി. ബാങ്കിന്റെ ലൈസൻസ് നഷ്ടമായെങ്കിലും ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന പേടിഎം ആപ്പ് സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുമെന്ന് പേടിഎമ്മിന്റെ മാതൃ കമ്പനി. PPBL എന്ന ബാങ്കിംഗ് വിഭാഗവും പേടിഎം ആപ്പും തമ്മിൽ നേരിട്ട് പ്രവർത്തനപരമായ ബന്ധമില്ല എന്ന് കമ്പനി. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന പേടിഎം, QR കോഡുകൾ, സൗണ്ട് ബോക്സ് എന്നിവയുടെ സേവനങ്ങൾ തുടർന്നും ലഭ്യമാകുമെന്നും വാലറ്റ് സൗകര്യങ്ങൾ ഇനി മുതൽ ഉണ്ടാകില്ല എന്നും കമ്പനിയുടെ വിശദീകരണം. സാധാരണ രീതിയിലുള്ള പേടിഎം ആപ്പ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല എന്നും കമ്പനി. PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാത്തതിനെ ചൊല്ലി സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട് തടഞ്ഞുവെച്ച് കേന്ദ്ര സർക്കാർ. ഫണ്ടില്ലാതെ വഴിമുട്ടി സ്കൂൾ അധ്യാപക പരിശീലനം. പണം ലഭിക്കാത്തതിനാൽ ഏപ്രിൽ അവസാനിക്കാറായിട്ടും തയ്യാറെടുപ്പുകൾ തുടങ്ങാനായിട്ടില്ല എന്ന് SCERT. അധ്യാപക പരിശീലനത്തിനായി എല്ലാ വർഷവും SSK അനുവദിക്കാറുള്ളത് 2 കോടി. കഴിഞ്ഞ വർഷം SCERTക്ക് ചെലവ് മൊത്തം 4.25 കോടി രൂപ. സാമ്പത്തിക പ്രതിസന്ധിയിൽ മെയിൽ നടത്താനിരുന്ന അധ്യാപക പരിശീലനം അവതാളത്തിൽ. വാർത്തകൾ വിശദമായി. അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ബാധകമായ ഡിജിറ്റൽ സർവീസസ് ടാക്സ് പിൻവലിക്കില്ല എങ്കിൽ ബ്രിട്ടനിൽ കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ബാധകമായ ഡിജിറ്റൽ സർവീസസ് ടാക്സ് പിൻവലിക്കില്ല എങ്കിൽ ബ്രിട്ടനിൽ കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെന്ന് റിപ്പോർട്ട്. UK ഈ നികുതി ഒഴിവാക്കുന്നില്ല എങ്കിൽ അതിന് മറുപടിയായി വലിയ തീരുവ ഏർപ്പെടുത്താൻ ഞങ്ങൾക്കാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്.
നികുതിയിലൂടെ ബ്രിട്ടൻ നേരിടുന്ന വരുമാനത്തെക്കാൾ കൂടുതലായിരിക്കും തീരുവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020 ബ്രിട്ടൻ നടപ്പിലാക്കിയ ഈ നികുതി പ്രകാരം ലോകവ്യാപക ഡിജിറ്റൽ വരുമാനം 500 മില്യൺ പൗണ്ട് കവിയുന്ന കമ്പനികൾക്ക് അതിൽ 25 മില്യൺ പൗണ്ട് ബ്രിട്ടനിൽ നിന്നുള്ള വരുമാനം ഉണ്ടെങ്കിൽ 2% നികുതി ഈടാക്കും. ഇത് പ്രധാനമായും അമേരിക്കൻ ടെക് കമ്പനികളെയാണ് ബാധിക്കുന്നത്. 2025 മെയ്യിൽ ഒപ്പുവെച്ച UK-US വ്യാപാര കരാറിനിടയിലും ഈ നികുതി മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ട്രംപിന്റെ പ്രസ്താവനകൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുകയാണ്. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ ബ്രിട്ടൻ ഇടപെടില്ല എന്ന് വ്യക്തമാക്കിയതും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മങ്ങിയതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നു. ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ ഡിജിറ്റൽ നികുതി നടപ്പിലാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ടെക് കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ട്രംപ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഡിജിറ്റൽ നികുതിയെ ചുറ്റിപ്പറ്റിയുള്ള തർക്കം US-UK വ്യാപാര ബന്ധത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കോമൺസ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണത്തിനോടൊപ്പം തന്നെ മെയ് 7 നടക്കുന്ന തദ്ദേശ ഭരണകൂടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും കീർ സ്റ്റാർമറിനെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളതാണ്. പീറ്റർ മാൻഡേഴ്സൺ വിഷയത്തിൽ ജനങ്ങളുടെയും പാർട്ടി അണികളുടെയും വിശ്വാസ്യത നഷ്ടപ്പെട്ട നിലയിലാണ് സ്റ്റാർമർ. അതുകൊണ്ട് തന്നെ കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിലെ പരാജയം സ്റ്റാർമർക്ക് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്തേക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഏകാഭിപ്രായക്കാരാണ്. കീർ സ്റ്റാർമറിനെ സംബന്ധിച്ച് കോമൺസ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണത്തിനോടൊപ്പം തന്നെ മെയ് 7 നടക്കുന്ന തദ്ദേശ ഭരണകൂടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഒരേ സമയം അതീവ പ്രാധാന്യമുള്ളതാണ്. പീറ്റർ മാൻഡേഴ്സൺ വിഷയത്തിൽ ജനങ്ങളുടെയും പാർട്ടി അണികളുടെയും വിശ്വാസ്യത നഷ്ടപ്പെട്ട നിലയിലുള്ള സ്റ്റാർമർക്ക് കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിലെ പരാജയം പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴിയൊരുക്കുമെന്നാണ് സൂചനകൾ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിൻഗാമിയാകാൻ തയ്യാറെടുക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ളത് എഡ് മിലിബാൻഡ് ആയിരിക്കുമെന്ന് ചില പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് തുടർച്ചയായി നിഷേധിക്കുമ്പോഴും മാൻഡേഴ്സൺ വിഷയത്തിൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ വരുന്നത് മിലിബാൻഡിൽ നിന്നാണ് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർമർ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായാൽ പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മിലിബാൻഡും സജീവമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പാർട്ടിയിലെ യുവാക്കൾക്കിടയിൽ മിലിബാൻഡ് ഏറെ പ്രിയങ്കരനാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി പദത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാമിന് അദ്ദേഹം MP അല്ല എന്നൊരു പ്രതിബന്ധമുണ്ടെങ്കിൽ മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർക്ക് നികുതി വെട്ടിപ്പ് ആരോപണവുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു തടസ്സങ്ങളും മിലിബാൻഡിന്റെ കാര്യത്തിൽ ഇല്ല എന്നതും അടുത്ത നേതാവാകാനുള്ള പോരാട്ടത്തിൽ മുന്നിലെത്താൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഘടകമാണ്. അതീവ പ്രാധാന്യമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവേ പീറ്റർ മാൻഡേഴ്സനെ അമേരിക്കൻ അംബാസിഡറായി നിയമിച്ചതുമായ വിവാദങ്ങൾ തന്നെ രോക്ഷാകുലനാക്കിയതായി ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. ദി സ്റ്റാൻഡേർഡിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലണ്ടൻ നഗരത്തിൽ ലേബർ പാർട്ടി വൻ തകർച്ച നേരിടുമെന്ന രീതിയിലുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതായും മേയർ പറഞ്ഞു. പീറ്റർ മാൻഡേഴ്സനെ അമേരിക്കൻ അംബാസിഡറായി നിയമിച്ചതുമായുള്ള വിവാദങ്ങൾ തന്നെ രോക്ഷാകുലനാക്കിയതായി ദി സ്റ്റാൻഡേർഡിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലണ്ടൻ നഗരത്തിൽ ലേബർ പാർട്ടി വൻ തകർച്ച നേരിടുമെന്ന രീതിയിലുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതായി പറഞ്ഞതിനോടൊപ്പം കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നത കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ലണ്ടനിലെ കൗൺസിലുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന മെയ് 7 മുൻപ് തന്നെ മാൻഡേഴ്സൺ വിഷയം ശക്തിയാർജിച്ചത് തന്നെ അസ്വാരസ്യത്തിലാക്കിയെന്നും അദ്ദേഹം സ്റ്റാൻഡേർഡിനോട് പറഞ്ഞു. നിലവിൽ ലണ്ടനിലെ 32 ബറോകളിൽ 21 ഭരിക്കുന്നത് ലേബർ പാർട്ടിയാണ്. അതേസമയം അടുത്തിടെ നടന്ന അഭിപ്രായ സർവേ ഫലം കാണിക്കുന്നത് പാർട്ടിക്ക് 14% വോട്ട് കുറഞ്ഞു എന്നാണ്. യുഗവ് നടത്തിയ സർവേയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 42% വോട്ട് നേടിയ പാർട്ടിക്ക് ലഭിച്ചത് 26% മാത്രമായിരുന്നു. ലേബർ സർക്കാർ എന്തു ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കി മെയ് 7 വോട്ട് ചെയ്യരുത് എന്നാണ് സാദിഖ് ഖാൻ ലണ്ടനിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. വോട്ടർമാർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് മേയർ സമ്മതിച്ചു. എന്നാൽ വാടകക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന റെന്റേഴ്സ് റൈറ്റ്സ് ബില്ലും എംപ്ലോയീസ് റൈറ്റ്സ് ബില്ലും ഒക്കെ ലേബറിന്റെ സംഭാവനയായിരുന്നു എന്ന് ഓർക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതിനിടെ പീറ്റർ മാൻഡേഴ്സൺ വിവാദം പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അടുത്തയാഴ്ച ജനപ്രതിനിധി സഭയിൽ ഉയർന്നേക്കുമെന്ന് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ ഉന്നതാധികാര സമിതിയായ കോമൺസ് പ്രിവിലേജസ് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യണമോ എന്ന കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ സ്പീക്കർ സർ ലിൻഡ്സെ ഹോയിൽ വഴിയൊരുക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചത് എണ്ണവിലയിൽ കുത്തനെ വർധനവിന് കാരണമായതിനാൽ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് എയർവേസ് മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം വിമാനങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ഇന്റർനാഷണൽ എയർലൈൻസ് ഗ്രൂപ്പ് വെള്ളിയാഴ്ച പറഞ്ഞു.
ബ്രിട്ടീഷ് എയർവേസ് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചത് എണ്ണവിലയിൽ കുത്തനെ വർധനവിന് കാരണമായതിനാലാണ് ടിക്കറ്റ് നിരക്ക് വർധന വേണ്ടിവരുമെന്ന് വിമാന കമ്പനി അറിയിച്ചത്. ഹെഡ്ജിംഗ് എന്നറിയപ്പെടുന്ന വിലയിൽ ചാഞ്ചാട്ടത്തിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിനായി വിമാന കമ്പനികൾ പലപ്പോഴും അവരുടെ ഇന്ധനത്തിന്റെ ഒരു ഭാഗം മുൻകൂട്ടി നിശ്ചിത വിലയ്ക്ക് വാങ്ങാറുണ്ട്. എന്നിരുന്നാലും ഇന്ധന സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൽ നിന്നുള്ള വിശാലമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അത് പ്രതിരോധ ശേഷിയുള്ളതല്ല എന്ന് IAG പറഞ്ഞു. സംഘർഷം മൂലം ഭാവിയിൽ ക്ഷാമം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിലും ജെറ്റ് വിതരണത്തിൽ ഇതുവരെ ഒരു തടസ്സവും കാണുന്നില്ല എന്ന് IAG പറഞ്ഞു. എണ്ണ ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ഇപ്പോഴും കഴിയാത്തതിനാൽ വിമാന കമ്പനികൾ സാധ്യതയുള്ള ക്ഷാമം നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ സർക്കാർ ഇന്ധന സ്റ്റോക്കുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇന്ധനക്ഷാമം വിമാന കമ്പനികൾക്ക് പറക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിച്ചാൽ അനുവദിച്ച ടേക്ക് ഓഫ് ലാൻഡിംഗ് സ്ലോട്ടുകൾ നഷ്ടപ്പെടാതെ വിമാനത്താവളങ്ങൾ വിമാനങ്ങൾ റദ്ദാക്കുന്നത് എളുപ്പമാക്കുമെന്നും വെളിപ്പെടുത്തി. അടുത്ത വർഷത്തേക്ക് അവ നിലനിർത്താൻ ഒരു സീസണിൽ വിമാന കമ്പനികൾ അനുവദിച്ച സ്ലോട്ടുകളുടെ 80% ഉപയോഗിക്കണമെന്നും ഗതാഗത വകുപ്പ് പറഞ്ഞു. UK വിമാനത്താവളങ്ങളിലെ സ്ലോട്ട് അലോക്കേഷൻ കൈകാര്യം ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാപനമായ എയർപോർട്ട് കോർഡിനേഷൻ ലിമിറ്റഡ് ഇന്ധനക്ഷാമം വിമാന കമ്പനികൾക്ക് പറക്കുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കിയാൽ സ്ലോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ മാർഗനിർദ്ദേശം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും DFT അപ്ഡേറ്റ് പറഞ്ഞു. അതേസമയം ജെറ്റ് 2 തങ്ങളുടെ വിമാനങ്ങളും അവധി ദിനങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് അവധിക്കാല യാത്രക്കാർക്ക് ഉറപ്പു നൽകാൻ നീക്കം നടത്തിയിട്ടുണ്ട്. ഭാവിയിൽ തങ്ങളുടെ വിമാന ഷെഡ്യൂളിനെ ബാധിക്കില്ല എന്ന് എയർലൈനിന്റെ വക്താവ് പറഞ്ഞു. വിർജിൻ അറ്റ്ലാന്റിക്, EasyJet എന്നിവയും സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം യൂറോപ്യൻ യൂണിയൻ എനർജി കമ്മീഷണർ പറഞ്ഞത് വിമാന റദ്ദാക്കലുകളോ വളരെ ചെലവേറിയ ടിക്കറ്റുകളോ പലരുടെയും അവധി ദിനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ബ്രിട്ടീഷ് രാഷ്ട്രീയം സുപ്രധാന വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ലേബർ പാർട്ടിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജനപിന്തുണ ഇടിഞ്ഞു. ടോറി പാർട്ടിയെ മറികടന്ന് റിഫോം UK മുന്നോട്ട് വന്നു. എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് ഒരു മെഗാപോൾ കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ബ്രിട്ടൻ കൂട്ടുകക്ഷി ഭരണത്തിലേക്കെന്ന് സൂചന. വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ലേബർ പാർട്ടിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജനപിന്തുണ ഇടിഞ്ഞതോടെ ടോറി പാർട്ടിയെ മറികടന്ന് റിഫോം UK മുന്നോട്ട് വന്നു. എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് ഒരു മെഗാപോൾ കണ്ടെത്തിയിരിക്കുന്നത്. റിഫോം പാർട്ടിക്ക് ഭരണം പിടിക്കാൻ ടോറികളുടെ കൂടി സഹായം വേണ്ടിവരുമെന്നാണ് മെഗാപോൾ പറയുന്നത്. ഇലക്ട്രൽ കാൽക്കുലസ് നടത്തിയ ഗവേഷണത്തിലാണ് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് വ്യക്തമായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ MPമാർ നിഗൽ ഫരാജിന്റെ പാർട്ടിക്കായിരിക്കുമെന്ന് സർവേ പറയുന്നു. 188 സീറ്റുമായി റിഫോം മുന്നിലെത്തും. 159 സീറ്റുമായി കൺസർവേറ്റീവുകൾ തൊട്ട് പിന്നിലുണ്ടാകും. ലേബർ ഇപ്പോഴത്തെ 400-ന് മുകളിലെ സീറ്റുകളിൽ നിന്നും 86 സീറ്റുകളിലേക്ക് തകർന്നടിയുമെന്നും സർവേ പറയുന്നു. ഈ സാഹചര്യം ഉണ്ടായാൽ വലതുപക്ഷ പാർട്ടികൾ കൈകോർക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടാകില്ല. ഇതിന് സാധിച്ചില്ല എങ്കിൽ 5 ഇടത് പാർട്ടികൾ ചേർന്ന അസാധാരണ സഖ്യം രൂപം കൊള്ളുമെന്നാണ് മുന്നറിയിപ്പ്. കീർ സ്റ്റാർമറുടേത് ഉൾപ്പെടെ സീറ്റുകളിൽ ഗ്രീൻസ് വിജയിച്ചു കയറുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ലേബർ, ഗ്രീൻസ്, ലിബറൽ ഡെമോക്രാറ്റ്, SNP എന്നിവർ സഖ്യം രൂപീകരിക്കുമെന്നാണ് കണ്ടെത്തൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിലെത്തി. പ്രതിനിധി സംഘത്തോടൊപ്പമാണ് അദ്ദേഹം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ തടസ്സപ്പെട്ട നയതന്ത്ര ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി പ്രതിനിധി സംഘത്തോടൊപ്പം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. പകരം ഇറാന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പാകിസ്ഥാൻ അധികൃതർക്ക് കൈമാറുകയും അവർ വഴി അത് അമേരിക്കയെ അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. ആണവ പദ്ധതികളും എണ്ണക്കടത്തും സംബന്ധിച്ച കടുത്ത നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോഴും ഒരു സമാധാന ഉടമ്പടിക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു. അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകുന്ന പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മുതിർന്ന ഉപദേശകനായ ജാരഡ് കുഷ്ണറും ഇന്ന് പാകിസ്ഥാനിലെത്തും. ഇത്തവണത്തെ ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ ചർച്ചാ സംഘത്തെ നയിച്ചിരുന്ന മുഹമ്മദ് ബാഗർ ഗാലിബാഫും പങ്കെടുക്കുന്നില്ല. പാകിസ്ഥാൻ ഒരുക്കുന്ന സൗകര്യങ്ങളിലൂടെ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിച്ച് സ്ഥിരീകരിച്ചു. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം തടസ്സമില്ലാതെ ഉറപ്പാക്കുക എന്നീ നിബന്ധനകളിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കാതെ ചർച്ചകൾക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇറാൻ. ഇറാനുമായുള്ള സൈനിക സംഘർഷം തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് പരസ്യമായി സമ്മതിച്ച് അമേരിക്ക. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് നിർണായക വെളിപ്പെടുത്തലുള്ളത്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും അമേരിക്കയുടെ സ്വയം പ്രതിരോധത്തിനുമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമ ഉപദേഷ്ടാവ് റീഡ് ഡി റൂബിൻസ്റ്റീൻ വ്യക്തമാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി UN സുരക്ഷാ കൗൺസിലിന് US കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
ഇറാനുമായുള്ള സൈനിക സംഘർഷം തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് പരസ്യമായി സംബന്ധിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നു. എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വിപരീതമാണ്. ഇറാനെതിരായ യുദ്ധത്തിന് തന്നെ ആരും പ്രേരിപ്പിച്ചിട്ടില്ല എന്നും ഇസ്രയേലിന് അതിൽ പങ്കില്ല എന്നുമാണ് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നത്. ഫെബ്രുവരി 11-ന് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇറാനെതിരെ സൈനിക നീക്കം ശക്തമാക്കിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാനെതിരെയുള്ള നെതന്യാഹുവിന്റെ നിരന്തരമായ സമ്മർദ്ദം അമേരിക്കയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഒരു സംയുക്ത തീരുമാനമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. ഇറാൻ യുദ്ധത്തിൽ സഹായിക്കാത്ത നാറ്റോ അംഗരാജ്യങ്ങളോട് പ്രതികാരത്തിനൊരുങ്ങി US. സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കാൻ നടപടിയെടുക്കുമെന്ന് പെന്റഗൺ അവരുടെ ഉദ്യോഗസ്ഥർക്ക് അയച്ച ഇമെയിലിൽ പറയുന്നുണ്ടെന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വാർത്ത പുറത്തു വന്നതോടെ അംഗരാജ്യത്തെ പുറത്താക്കാനോ അംഗത്വം റദ്ദാക്കാനോ വകുപ്പില്ല എന്ന് നാറ്റോ വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിൽ സഹായിക്കാത്ത നാറ്റോ അംഗരാജ്യങ്ങളോടുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായി സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കാൻ നടപടിയെടുക്കുമെന്ന് പെന്റഗൺ അവരുടെ ഉദ്യോഗസ്ഥർക്ക് അയച്ച ഇമെയിലിൽ പറയുന്നുണ്ടെന്ന റോയിറ്റേഴ്സ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ അംഗരാജ്യത്തെ പുറത്താക്കാനോ അംഗത്വം റദ്ദാക്കാനോ വകുപ്പില്ല എന്ന് വ്യക്തമാക്കി നാറ്റോ രംഗത്തെത്തി. ബ്രിട്ടനോടുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായി ഫാക്ലാൻഡ് ദ്വീപുകൾക്കുമേൽ അവരുടെ അവകാശം അംഗീകരിക്കുന്ന US നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് പെന്റഗൺ ഇമെയിലിലെ നിർദ്ദേശം. അർജന്റീനയും അവകാശവാദം ഉന്നയിക്കുന്ന ദ്വീപാണിത്. USഉം ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ പിന്തുണയ്ക്കാതിരുന്ന നാറ്റോ അംഗരാജ്യങ്ങളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. ഇറാൻ അടച്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് നാറ്റോ സഹായിക്കുന്നില്ല എന്ന പരിഭവവും ട്രംപിനുണ്ട്. ഇറാനെ ആക്രമിക്കുന്നതിന് സ്പെയിനിലെ വ്യോമ നാവിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തെ പിന്തുണയ്ക്കില്ല എന്നും ഹോർമൂസിലെ USന്റെ നാവിക ഉപരോധത്തിൽ സഹകരിക്കില്ല എന്നും ബ്രിട്ടനും പറഞ്ഞു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.51 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 94.24 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 110.42 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.94 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിയിൽ വൻ പിളർപ്പ്. പ്രമുഖ നേതാവ് രാഘവ് ചദ്ധയടക്കം 7 MPമാർ BJPയിലേക്ക്. ആം ആദ്മി പാർട്ടിയുടെ 10 MPമാരിൽ 2 ഭാഗവും BJPയിലേക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ചദ്ധ അറിയിച്ചിരുന്നു. ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, രജീന്ദർ ഗുപ്ത, വിക്രം സാഗ്നി, അശോക് മിത്തൽ, സന്ദീപ് പഠക് എന്നിവരും BJPയിലേക്കുന്നവരിൽ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആഴ്ചകൾക്ക് മുൻപ് ചദ്ധയെ തരം താഴ്ത്തിയ പാർട്ടി അധ്യക്ഷനും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് ഇത് കനത്ത തിരിച്ചടിയാണ്. നേരത്തെ പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു ചദ്ധ. ആം ആദ്മി പാർട്ടി രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ മൂല്യങ്ങളിൽ നിന്നും ആ പാർട്ടി ഇപ്പോൾ അകന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. ഞങ്ങൾ ഇതിൽ ഒപ്പിട്ടു. BJPയിലേക്കാനുള്ള തീരുമാനം രാജ്യസഭാ ചെയർമാന് അയച്ചു കൊടുത്തു. അഴിമതിക്കെതിരെ പോരാടുമെന്ന വാഗ്ദാനവുമായി ഒരിക്കൽ ഡൽഹിയിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഇപ്പോൾ സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നുപോയി എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെറ്റായ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ശരിയായ മനുഷ്യനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആം ആദ്മി പാർട്ടി വിട്ട് പോവുകയാണ്. അതായത് ഞാൻ കുറച്ചുകൂടി ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് എന്നും ചദ്ധ പറഞ്ഞു. 15 വർഷമാണ് AAPക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചത്. ഇപ്പോൾ സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് പാർട്ടി അകന്നു പോയിരിക്കുന്നുവെന്ന് ചദ്ധ കൂട്ടിച്ചേർത്തു. BJPയിൽ ചേർന്നതിനു ശേഷം ചദ്ധയെ കേന്ദ്രമന്ത്രി ആക്കിയേക്കുമെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. തനിക്ക് മുന്നിൽ 2 മാർഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് ചദ്ധ പറഞ്ഞു. ഒന്നുകിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 6-7 മാസമായി താൻ AAPയിൽ നിന്ന് രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് ചദ്ധയോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പാഠക് പറഞ്ഞു. പ്രമുഖരുടെ ഈ പുറത്തുപോക്കലിന് ശേഷം AAPയിൽ അവശേഷിക്കുന്നത് സന്ത് ബൽബീർ സിംഗ് സീച്ചേവാൾ, സഞ്ജയ് സിംഗ്, ND ഗുപ്ത എന്നീ 3 രാജ്യസഭാ MPമാർ മാത്രമാണ്. ചദ്ധയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം AAP മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയും BJPയെ വിമർശിക്കുകയും ചെയ്തു. സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി മണിപ്പൂരിൽ വീണ്ടും അക്രമങ്ങൾ. വെള്ളിയാഴ്ച രാവിലെ 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുണ്ടായ 2 വ്യത്യസ്ത വെടിവയ്പ്പുകളിൽ 3 പേർ കൊല്ലപ്പെട്ടു. തങ്കുലിലെ മുള്ളം ഗ്രാമത്തിൽ പുലർച്ചെ 5:30ഓടെയാണ് അക്രമങ്ങൾ ആരംഭിച്ചത്. വീടുകളും കത്തിച്ചു. സംഭവത്തെ കുക്കി സംഘടന അപലപിച്ചു. അക്രമികൾക്കെതിരെ കേസെടുക്കണമെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. മണിപ്പൂരിലെ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. വെള്ളിയാഴ്ച രാവിലെ തങ്കുലിയിലെ മുള്ളം ഗ്രാമത്തിൽ പുലർച്ചെ 5:30ഓടെ 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ വ്യത്യസ്ത വെടിവയ്പ്പുകളിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട്.
ഉഖ്രുൽ ജില്ലയിലെ സിനക്കൈത ഗ്രാമത്തിലാണ് മറ്റൊരു സംഭവം. കംജോങ് സ്വദേശിയായ ജമാങ്ങാണ് വെടിയേറ്റ് മരിച്ചത്. അക്രമികൾ പതിയിരുന്ന ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉഖ്രുലിൽ സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 2 പേരും ഈ മാസം ആദ്യം ബിഷ്ണുപുരിൽ വീടിനു നേരെയുണ്ടായ ബോംബേറിൽ 2 കുട്ടികളും മണിപ്പൂരിൽ മരിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്ത് അരങ്ങേറിയത്. മുഖ്യമന്ത്രി വൈ ഖേംചന്ദ് സമാധാനത്തിന് ആഹ്വാനം നൽകിയതിന് പിന്നാലെ ഉണ്ടാകുന്ന അക്രമങ്ങൾ സർക്കാരിന് തലവേദനയായി. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കിയ നടപടിയിൽ ഔദ്യോഗിക വിശദീകരണവുമായി കമ്പനി. ബാങ്കിന്റെ ലൈസൻസ് നഷ്ടമായെങ്കിലും ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന പേടിഎം ആപ്പ് സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുമെന്ന് പേടിഎമ്മിന്റെ മാതൃ കമ്പനിയായ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് വ്യക്തമാക്കി. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കിയെങ്കിലും ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന പേടിഎം ആപ്പ് സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുമെന്ന് പേടിഎമ്മിന്റെ മാതൃ കമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് വ്യക്തമാക്കി. PPBL എന്ന ബാങ്കിംഗ് വിഭാഗവും പേടിഎം ആപ്പും തമ്മിൽ നേരിട്ട് പ്രവർത്തനപരമായ ബന്ധമില്ല എന്ന് കമ്പനി അറിയിച്ചു. അതിനാൽ പേടിഎം ആപ്പ് വഴിയുള്ള പണമിടപാടുകൾ മുടക്കമില്ലാതെ തുടരും. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന പേടിഎം QR കോഡുകൾ, സൗണ്ട് ബോക്സ് എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ തുടർന്നും ലഭ്യമാകുമെന്നും കമ്പനി അറിയിച്ചു. സാധാരണ രീതിയിലുള്ള പേടിഎം ആപ്പ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല എന്നും ആപ്പ് വഴിയുള്ള പണമിടപാടുകൾ സാധാരണ പോലെ തുടരുമെന്നുമാണ് കമ്പനി നൽകുന്ന വിശദീകരണം. പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് നൽകിയിരുന്ന വാലറ്റ് സൗകര്യങ്ങൾ ഇനി മുതൽ ഉണ്ടാകില്ല. വാലറ്റിലേക്ക് പണം മാറ്റി സൂക്ഷിക്കുന്നതിനോ വാലറ്റ് വഴിയുള്ള ക്രയവിക്രയങ്ങൾക്കോ ഇനി അനുമതി ഉണ്ടായിരിക്കില്ല. നിയമവ്യവസ്ഥകൾ പാലിക്കുന്നതിലെ വീഴ്ചയും ഭരണപരമായ പരാജയങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് റിസർവ് ബാങ്ക് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാത്തതിനെ ചൊല്ലി സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചതോടെ സ്കൂൾ അധ്യാപക പരിശീലനം വഴിമുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SCERT-ക്കാണ് വേനലവധിക്കാല പരിശീലനത്തിനുള്ള ചുമതല. പണം ലഭിക്കാത്തതിനാൽ ഏപ്രിൽ അവസാനിക്കാനായിട്ടും തയ്യാറെടുപ്പുകൾ തുടങ്ങാനായിട്ടില്ല. അധ്യാപക പരിശീലനത്തിനായി എല്ലാ വർഷവും 2 കോടി രൂപ SSK അനുവദിക്കാറുണ്ട്. എന്നാൽ PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പിലാക്കാത്തതിനെ ചൊല്ലി സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചതോടെ SSK പ്രവർത്തനം സ്തംഭിച്ച സ്ഥിതിയിലാണ്. കഴിഞ്ഞ വർഷം സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കാരവും പരിശീലനവും തയ്യാറെടുപ്പുകളും ഒക്കെയായി മൊത്തം 4.25 കോടി രൂപ SCERT-ക്ക് ചെലവ് വന്നിരുന്നു. അധ്യാപക പരിശീലനത്തിന് SSK 2 കോടി അനുവദിച്ചെങ്കിലും അധിക ചെലവ് വന്നതിനാൽ 2.25 കോടിയുടെ ബാധ്യത വന്നിരുന്നു. മെയ്യിൽ അധ്യാപക പരിശീലനം നടത്താൻ വിദ്യാഭ്യാസ ഗുണമേന്മാ സമിതി ഈയിടെ തീരുമാനിച്ചുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളിയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് മുൻ വർഷത്തെ പഠനവും അധ്യയനവും വിലയിരുത്തി പാളിച്ചകൾ തിരുത്താനും പുതിയ സമീപനങ്ങൾക്കും അധ്യാപകരെ പ്രാപ്തരാക്കാനാണ് പരിശീലനം. സ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലായി 2 ലക്ഷത്തിലേറെ അധ്യാപകരുണ്ട്. ഇവർക്ക് മെയ് 20 മുതൽ 5 ദിവസത്തെ പരിശീലനം നൽകാനാണ് ധാരണ. ഇതിനായി സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിക്കും. ഓരോ വിഷയത്തിനും ചുരുങ്ങിയത് 15 അധ്യാപകരുണ്ടാകും. ഏപ്രിൽ പൂർത്തിയാക്കേണ്ട SRD പ്രവർത്തനം ഇതുവരെ തുടങ്ങാനായിട്ടില്ല. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകനും IHRD ഡയറക്ടറുമായ VA അരുൺകുമാറിനെതിരെ നിലപാട് കടുപ്പിച്ച് സർക്കാരും CPM അനുകൂല സംഘടനയും. അരുൺകുമാറിന്റെ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയതിനു പിന്നാലെ അരുൺകുമാറിനെ IHRD-യിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് CPM അനുകൂല സംഘടന സമരം ആരംഭിച്ചു. ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന അരുൺകുമാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇടതുപക്ഷ അനുഭാവിയായ പ്രൊഫസറെ സർവീസിൽ തരം താഴ്ത്തിയെന്നാണ് ആക്ഷേപം. IHRD-യിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ സാങ്കേതിക സർവകലാശാലയിൽ ഡീനായ ഡോക്ടർ വിനു തോമസിനെ പുറത്താക്കാനുള്ള ഗൂഢാലോചനയിൽ അരുൺകുമാർ പങ്കാളിയാണ് എന്നാരോപിച്ച് IHRD എംപ്ലോയീസ് യൂണിയൻ പ്രതിഷേധിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പ്രസിഡന്റായിട്ടുള്ളതാണ് ഈ സംഘടന. ഡോക്ടർ വിനു തോമസിനെ പ്രൊഫസർ പദവിയിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസറായി തരം താഴ്ത്തിയ IHRD ഡയറക്ടർ VA അരുൺകുമാറിന്റെ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് CPM അനുകൂല സംഘടനയും അരുൺകുമാറിനെതിരെ രംഗത്തെത്തിയത്. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് വിനു തോമസിനെ തരം താഴ്ത്തിയത്. KTU ഡീനും പരീക്ഷാ കൺട്രോളറുമായ വിനു തോമസിനെ IHRD തരം താഴ്ത്തിയതിനെ തുടർന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കി മാതൃസ്ഥാപനമായ IHRD-യിലേക്ക് തിരിച്ചയക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഉത്തരവിറക്കിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് തരം താഴ്ത്തിയ IHRD നടപടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയത്. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് സൂചന. വിനു തോമസിന്റെ നിലവിലുണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ നിലനിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി KTU VC-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിടുതൽ ചെയ്തയാളെ തിരികെ പ്രവേശിപ്പിക്കാൻ സർവകലാശാല നിയമം അനുവദിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ IHRD-യിൽ സ്ഥിരം ഡയറക്ടറായി നിയമിക്കാനുള്ള നീക്കം നടന്നപ്പോൾ വിനു തോമസ് കോടതിയെ സമീപിച്ചതിന്റെ വ്യക്തിവിരോധമാണ് തരം താഴ്ത്തിയ നടപടിക്ക് പിന്നിലെന്ന് ആക്ഷേപമുണ്ട് എങ്കിലും 2023 മുതൽ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വിനു തോമസിനെതിരെ പരാതികളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയാതെ തനിക്കെതിരെ IHRD ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവ് തടയണമെന്നാവശ്യപ്പെട്ട് വിനു തോമസ് സർക്കാരിനെയും ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അണിയറ നീക്കങ്ങൾ കോൺഗ്രസിൽ ശക്തം. നേതാക്കളെ പിന്തുണച്ചുള്ള പരസ്യ പ്രതികരണങ്ങൾ ഏറെക്കുറെ അവസാനിച്ചുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച തുടരുകയാണ്. ഇതിനിടെ നേതാക്കളുടെ ചില പ്രവൃത്തികൾ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടുള്ള പ്രതിച്ഛായ മിനുക്കലാണെന്ന വ്യാഖ്യാനവും ഉണ്ട്.
കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കളെ പിന്തുണച്ചുള്ള പരസ്യ പ്രതികരണങ്ങൾ ഏറെക്കുറെ അവസാനിച്ചുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അണിയറ നീക്കങ്ങളും ഇതിനിടയിൽ ശക്തമാവുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരെ കേന്ദ്രീകരിച്ചാണ് സമൂഹ മാധ്യമ ചർച്ചകൾ. നേതാക്കളുടെ നേരിട്ടുള്ള ഇടപെടൽ പ്രകടമല്ല എങ്കിലും അവരുടെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ച് ഭാവി മുഖ്യമന്ത്രി എന്ന് വാഴ്ത്തിയുള്ള കുറിപ്പുകളും റീലുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നേതാക്കളുടെ മികവും നേതൃപാഠവും വ്യക്തമാക്കുന്ന റീലുകളുമായി അണികൾ തുടക്കമിട്ട പ്രചരണം ഡോക്യുമെന്ററിയിലും പോഡ്കാസ്റ്റിലും വരെ എത്തി നിൽക്കുന്നു. ചെന്നിത്തലയുടെ ജീവചരിത്രം വരച്ചുകാട്ടുന്ന ജനനായകൻ AI വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ഷൂട്ടിംഗ് അന്തിമഘട്ടത്തിലാണ്. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം വായനക്കാരിൽ എത്തിക്കുന്നെന്ന് പുസ്തക ദിനത്തിൽ കോൺഗ്രസിന്റെ അറിയിപ്പെത്തി. നേരിനൊപ്പം പോരാട്ടങ്ങൾ, നിലപാടുകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. സതീശന്റെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരവും വൈകാതെ പുറത്തിറങ്ങും. അതേസമയം പുസ്തകവുമായി സതീശന് ബന്ധമില്ല എന്നും തിരഞ്ഞെടുപ്പുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വേണുഗോപാലും ചെന്നിത്തലയും പ്രതികരിക്കുന്നുണ്ടെങ്കിലും സതീശൻ ഏറെക്കുറെ നിശബ്ദനാണ്. മുഖ്യമന്ത്രി ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ല എന്നും അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നുമാണ് ഏറ്റവും ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞത്. കേരളത്തിന്റെ വികസനത്തിനുള്ള ചർച്ച തുടങ്ങാമെന്ന് ആഹ്വാനം ചെയ്ത് കേരളയാത്ര എന്ന പേരിൽ ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റ് ഇതിനിടെ പുറത്തുവന്നു. രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദങ്ങളും മുൻനിർത്തിയുള്ള യാത്രയല്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുമല്ല, നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ച് എന്റെയും കോൺഗ്രസിന്റെയും സ്വപ്നങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് കേരള യാത്ര എന്ന പോഡ്കാസ്റ്റ് എന്ന വാചകത്തോടെയുള്ള ആമുഖ വീഡിയോയാണ് പുതിയതായി സൃഷ്ടിച്ച സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ലോൺ ആപ്പുകൾക്കെതിരെ UDF സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിച്ചുള്ള ആദ്യ എപ്പിസോഡ് ഇന്നലെ പുറത്തിറങ്ങി. അതേസമയം ചെന്നിത്തലയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോഡ്കാസ്റ്റിന്റെ വീഡിയോ ലിങ്കോ പങ്കുവച്ചിട്ടില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ഇന്ന് നിർണായക പോരാട്ടം. ആഴ്സണൽ രാത്രി 10-ന് ന്യൂകാസിൽ യുണൈറ്റഡിനെ നേരിടും. ടോട്ടനം, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമുകൾക്കും മത്സരമുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 5 റൗണ്ട് ശേഷിക്കെ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇനിയുള്ള ഓരോ ജയവും ഓരോ ഗോളും അതിനിർണായകം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ഇന്ന് നടക്കാൻ പോകുന്നത് നിർണായക പോരാട്ടമെന്ന് റിപ്പോർട്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 5 റൗണ്ട് ശേഷിക്കെ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ ഇനിയുള്ള ഓരോ ജയവും ഓരോ ഗോളും അതിനിർണായകമാകും. 1-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കും 2-ാം സ്ഥാനത്തുള്ള ആഴ്സണലിനും 70 പോയിന്റ് വീതം. സിറ്റി മുന്നിലെത്തിയത് ഗോൾ ശരാശരിയിൽ. സിറ്റി 66 ഗോൾ നേടിയപ്പോൾ ആഴ്സണലിന്റെ അക്കൗണ്ടിലുള്ളത് 63 ഗോൾ. സിറ്റിയെ മറികടക്കാൻ ആഴ്സണൽ ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ എതിരാളികൾ ന്യൂകാസിൽ യുണൈറ്റഡ്. 33 കളിയിൽ 42 പോയിന്റുള്ള ന്യൂകാസിൽ 14-ാം സ്ഥാനത്താണ്. ന്യൂകാസിൽ ഗണ്ണേഴ്സിന്റെ മൈതാനത്ത് ഇറങ്ങുന്നത് അവസാന 3 കളിയും തോറ്റ്. പരിക്കിൽ നിന്ന് മുക്തനാവുന്ന ബുക്കായോ സാക്ക തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആഴ്സണൽ കോച്ച് മിഗേൽ അർട്ടേറ്റ. തരംതാഴ്ത്തൽ ഭീഷണി നേരിടുന്ന ടോട്ടനത്തിന് വോൾസാണ് എതിരാളികൾ. അവസാന 5 കളിയിലും ജയിക്കാനാവാതെ പ്രയാസപ്പെടുന്ന ടോട്ടനം 31 പോയിന്റുമായി 18-ാം സ്ഥാനത്ത്. സമാന വെല്ലുവിളി നേരിടുന്ന വോൾസ് അവസാന സ്ഥാനത്തും. ലിവർപൂൾ ഹോം ഗ്രൗണ്ടിൽ വൈകിട്ട് 7:30 ക്രിസ്റ്റൽ പാലസുമായി ഏറ്റുമുട്ടും. 55 പോയിന്റുള്ള ലിവർപൂൾ 5-ാം സ്ഥാനത്ത്. മറ്റ് മത്സരങ്ങളിൽ ആസ്റ്റൺ വില്ല ഫുൾഹാമിനെയും എവർട്ടൺ വെസ്റ്റ്ഹാമിനെയും സണ്ടർലാൻഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും നേരിടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടന് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഭീഷണി അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ബാധകമായ ഡിജിറ്റൽ സർവീസസ് ടാക്സ് ബ്രിട്ടൻ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ നികുതിയിലൂടെ ബ്രിട്ടൻ നേടുന്ന വരുമാനത്തെക്കാൾ കൂടുതലായിരിക്കും തീരുവയെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ബ്രിട്ടൻ നടപ്പിലാക്കിയ നികുതി പ്രകാരം ലോകവ്യാപക ഡിജിറ്റൽ വരുമാനം 500 മില്യൺ പൗണ്ട് കവിയുന്ന കമ്പനികൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തും. ട്രംപിന്റെ ഭീഷണി 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ബ്രിട്ടനിൽ കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിലെ പരാജയം സ്റ്റാർമർക്ക് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്തേക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു. സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തായാൽ പിൻഗാമിയാകാൻ തയ്യാറെടുക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ളത് എഡ് മിലിബാൻഡ് എന്ന സൂചന. പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത നിഷേധിച്ച് മിലിബാൻഡ്. പീറ്റർ മാൻഡേഴ്സൺ വിഷയത്തിൽ ജനങ്ങളുടെ പാർട്ടി അണികളുടെയും വിശ്വാസ്യത നഷ്ടപ്പെട്ട നിലയിൽ കെയർ സ്റ്റാർമർ. മാൻഡേഴ്സൺ വിവാദത്തിൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ വരുന്നത് മിലിബാൻഡിൽ നിന്ന്. തദ്ദേശ ഭരണകൂടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കീർ സ്റ്റാർമറിനെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളത്. പീറ്റർ മാൻഡേഴ്സനെ വിവാദങ്ങൾ തന്നെ രോക്ഷാകുലനാക്കിയതായി ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് എയർവേസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കടച്ചതും എണ്ണവിലയിലുണ്ടായ വലിയ വർധനയും വിലവർധനവിന് കാരണമായി. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം വിമാനങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ഇന്റർനാഷണൽ എയർലൈൻസ് ഗ്രൂപ്പ്. ഇന്ധന സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ജെറ്റ് വിതരണത്തിൽ യാതൊരു തടസ്സവും കാണുന്നില്ല എന്നും AIG.
പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിലെത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ അരാഗ്ചി പ്രതിനിധി സംഘത്തോടൊപ്പം ഇസ്ലാമാബാദ് സന്ദർശനത്തിന്റെ ലക്ഷ്യം തടസ്സപ്പെട്ട നയതന്ത്ര ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ആവർത്തിച്ച് ഇറാന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പാകിസ്ഥാൻ അധികൃതർ വഴി അമേരിക്കയെ അറിയിക്കും. കടുത്ത നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വെക്കുമ്പോഴും സമാധാന ഉടമ്പടിക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം ഇസ്രയേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് പരസ്യമായി സമ്മതിച്ച് അമേരിക്ക. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും അമേരിക്കയുടെ സ്വയം പ്രതിരോധത്തിനുമാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമ ഉപദേഷ്ടാവ് റീഡ് ഡി റൂബിൻസ്റ്റീൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വിപരീതം. ഇറാനെതിരായ യുദ്ധത്തിന് തന്നെ ആരും പ്രേരിപ്പിച്ചിട്ടില്ല എന്നും ഇസ്രയേലിന് ഇതിൽ പങ്കില്ല എന്നും ട്രംപ്. ഇറാൻ യുദ്ധത്തിന് സഹായിക്കാത്ത നാറ്റോ അംഗരാജ്യങ്ങളോട് പ്രതികാരത്തിനൊരുങ്ങി US. നിർണായക വെളിപ്പെടുത്തൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ. ആം ആദ്മി പാർട്ടിയിൽ വൻ പിളർപ്പ്. രാഘവ് ചദ്ദയടക്കം 7 MPമാർ BJPയിലേക്ക്. ആം ആദ്മി പാർട്ടിയുടെ 10 MPമാരിൽ 2 ഭാഗവും BJPയിലേക്കുമെന്ന് രാഘവ് ചദ്ദ. ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, രാജീന്ദർ ഗുപ്ത, വിക്രം സായ്നി, അശോക് മിത്തൽ, സന്ദീപ് ഭട്ടക് എന്നിവർ BJPയിൽ ലയിക്കും. തെറ്റായ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ശരിയായ മനുഷ്യനായിരുന്നു താനെന്നും അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി വിട്ട് കുറച്ചുകൂടി ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണെന്നും ചദ്ദ. അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടി. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കിയ നടപടിയിൽ ഔദ്യോഗിക വിശദീകരണവുമായി കമ്പനി. ബാങ്കിന്റെ ലൈസൻസ് നഷ്ടമായെങ്കിലും ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന പേടിഎം ആപ്പ് സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുമെന്ന് പേടിഎമ്മിന്റെ മാതൃ കമ്പനി. PPBL എന്ന ബാങ്കിംഗ് വിഭാഗവും പേടിഎം ആപ്പും തമ്മിൽ നേരിട്ട് പ്രവർത്തനപരമായ ബന്ധമില്ല എന്ന് കമ്പനി. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന പേടിഎം, QR കോഡുകൾ, സൗണ്ട് ബോക്സ് എന്നിവയുടെ സേവനങ്ങൾ തുടർന്നും ലഭ്യമാകുമെന്നും വാലറ്റ് സൗകര്യങ്ങൾ ഇനി മുതൽ ഉണ്ടാകില്ല എന്നും കമ്പനിയുടെ വിശദീകരണം. സാധാരണ രീതിയിലുള്ള പേടിഎം ആപ്പ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല എന്നും കമ്പനി. PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാത്തതിനെ ചൊല്ലി സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട് തടഞ്ഞുവെച്ച് കേന്ദ്ര സർക്കാർ. ഫണ്ടില്ലാതെ വഴിമുട്ടി സ്കൂൾ അധ്യാപക പരിശീലനം. പണം ലഭിക്കാത്തതിനാൽ ഏപ്രിൽ അവസാനിക്കാറായിട്ടും തയ്യാറെടുപ്പുകൾ തുടങ്ങാനായിട്ടില്ല എന്ന് SCRT. അധ്യാപക പരിശീലനത്തിനായി എല്ലാ വർഷവും SSK അനുവദിക്കാറുള്ളത് 2 കോടി. കഴിഞ്ഞ വർഷം SCRTക്ക് ചെലവ് മൊത്തം 4.25 കോടി രൂപ. സാമ്പത്തിക പ്രതിസന്ധിയിൽ മെയിൽ നടത്താനിരുന്ന അധ്യാപക പരിശീലനം അവതാളത്തിൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.